ഹലോ ഫ്രണ്ട്സ്, ഹൈവേ കോഡ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ വണ്ടീൻ്റെ എയർ ഫിൽറ്റർ നമുക്ക് തന്നെ എങ്ങനെ റീപ്ലേസ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോണത്. റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ ഓപ്പൺ ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ നമുക്ക് ചെയ്യാം. ഇത് നമ്മൾ സർവീസ് സെൻറ്ററിൽ പോയി ചെയ്യുകയാണെങ്കിൽ പാർട്സിൻ്റെ പൈസയും ലേബർ ചാർജ് എക്സ്ട്രാ കൊടുക്കേണ്ടി വരും. ഇത് റീപ്ലേസ് ചെയ്യുന്നത് വളരെ സിമ്പിളാണ്. അതുകൊണ്ട് നമുക്കിത് നമ്മളായിട്ട് ചെയ്യുകയാണെങ്കിൽ ലേബർ ചാർജ് കൊടുക്കേണ്ടി വരില്ല. ലേബർ ചാർജ് ഏകദേശം ഒരു 300 മുതൽ 400 വരെയൊക്കെ എക്സ്ട്രാ വാങ്ങും. ഫിൽറ്ററിൻ്റെ പോലും ഇത്ര പൈസ ഉണ്ടാവില്ല. ഫിൽറ്ററിനെക്കാട്ടിയും കൂടുതൽ പൈസ ആയിരിക്കും ലേബർ ചാർജ്. അതുകൊണ്ട് നമ്മളിത് സ്വന്തം ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത്രയും ഒരു ലാഭം കിട്ടും. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളത് എങ്ങനെയാണ് റീപ്ലേസ് ചെയ്യുക അല്ലെങ്കിൽ അത് ഊരിയിട്ട് എങ്ങനെ ക്ലീൻ ചെയ്യുന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമ്മൾ എയർ ഫിൽറ്റർ മാറ്റാൻ ബോണറ്റ് തുറക്കണം. ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് വന്നിട്ട് Hyundai Elite i20 പെട്രോൾ മോഡലിലാണ്. ഈ മോഡലിൽ വരുന്നത് എയർ ഫിൽറ്റർ വരുന്നത് ഇവിടെ ആയിട്ടാണ്. ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എയർ ഫിൽറ്റർ വരുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഓപ്പൺ ചെയ്ത് റീപ്ലേസ് ചെയ്യാന്നില്ല ഇപ്പോൾ നോക്കാം. അപ്പോൾ ഈ ബോക്സ് തുറക്കാനായിട്ട് ഈ ബോക്സിൻ്റെ ഈ ഒരു സൈഡും 2 ക്ലിപ്പ് ഉണ്ടാവും. അത് ഏത് വണ്ടിയാണെങ്കിലും അതിനൊരു 2 ക്ലിപ്പ് ഉണ്ടാവും. ആ ക്ലിപ്പ് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ അപ്പോൾ ഇങ്ങോട്ട് പുറത്തേക്ക് വലിച്ചാൽ അത് ക്ലിപ്പ് 2 ഓപ്പൺ ആയി വരും. ഈ 2 ക്ലിപ്പ് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഈ ബോക്സ് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പൊന്തിച്ചാൽ തന്നെ കിട്ടും. ഈ ബോക്സ് പൊന്തിച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മളെ വണ്ടീൻ്റെ എയർ ഫിൽറ്റർ. ഇപ്പോൾ പുതിയ എയർ ഫിൽറ്റർ ആണെങ്കിൽ നല്ല വൈറ്റ് കളറിലുണ്ടാവും. ഞാൻ ഇപ്പോൾ ഈ എയർ ഫിൽറ്റർ മാറ്റി കഴിഞ്ഞിട്ട് ഏകദേശം ഒരു 9000 കിലോമീറ്റർ ഓടി. അപ്പോൾ അതിൻ്റെ ഒരു കളർ ചേഞ്ച് ആണിത്. പണി ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇതിപ്പോൾ റീപ്ലേസ് ചെയ്യാനായിട്ടാണെങ്കിൽ നമുക്ക് ഒന്നല്ലെങ്കിൽ സ്പെയർ പാർട്സ് കടയിൽ നിന്നോ അല്ലെങ്കിൽ ഷോറൂമിൽ നിന്ന് ഈ സാധനം അങ്ങനെ വാങ്ങാം. ഇതൊറ്റ സെറ്റാണ്. ഈ സാധനം വാങ്ങിയിട്ട് ഇതേപോലെ ഉള്ളിൽ ജസ്റ്റ് വെച്ച് കൊടുത്തിട്ട് ക്ലിപ്പ് ഇട്ട് കൊടുക്കുക. അത്രയേ ഉള്ളൂ എയർ ഫിൽറ്റർ മാറ്റാനുള്ള പണി. ഇതിപ്പോൾ ഞാൻ തൽക്കാലം ഇതിപ്പോൾ മാറ്റാനായിട്ടില്ല. ഇനി ഒരു 1000-1500 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴാണ് എനിക്കിത് മാറ്റാൻ. ഞാൻ ഇപ്പോൾ ഇതെങ്ങനെയാണ് റീപ്ലേസ് ചെയ്യാന്നില്ല മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇത് ഒന്നില്ലെങ്കിൽ നമുക്കിത് പുതിയത് വാങ്ങിയിടാം, അല്ലെങ്കിൽ ഇതന്നെ ക്ലീൻ ചെയ്തിടാം. ഇതിപ്പോൾ ഇടാനാണെങ്കിൽ ജസ്റ്റ് ഇത് പൊന്തിച്ചിട്ട് ജസ്റ്റ് ഇതിൽ തന്നെ ഇതിൻ്റെ സ്ലോട്ടിൽ ഇങ്ങനെ കറക്റ്റ് വെക്കുക. അത് കഴിഞ്ഞിട്ട് ഈ മേലത്തെ ബോക്സ് വന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒരു സൈഡിലൊരു ലോക്ക് ഉണ്ടാവും. അതിൽ കറക്റ്റ് പ്ലേസ് ചെയ്തിട്ട് സൈഡത്തെ ലോക്ക് രണ്ടും ക്ലോസ് ചെയ്ത് വിടുക. അപ്പോൾ എയർ ഫിൽറ്റർ റീപ്ലേസ് ചെയ്യുന്നത് ഇത്ര സിമ്പിളാണ്. ഓരോ വണ്ടീനും എയർ ഫിൽറ്ററിൻ്റെ വന്നിട്ട് പൊസിഷൻ മാറാം. നമ്മൾ പുറത്തുനിന്ന് എയർ ഫിൽറ്റർ വാങ്ങുമ്പോൾ അതിൻ്റെ റേറ്റും വാങ്ങാം. നമ്മളെ വണ്ടീനനുസരിച്ച് ഏത് മോഡലാണെന്നുള്ളത് കറക്റ്റ് പറഞ്ഞു കൊടുത്തിട്ട് വേണം നമ്മൾ എയർ ഫിൽറ്റർ വാങ്ങാൻ. എന്നാലേ അത് കറക്റ്റ് സെറ്റ് ആവുള്ളൂ. എയർ ഫിൽറ്റർ വാങ്ങിയിട്ട് നമ്മൾ എയർ ഫിൽറ്റർ സ്വന്തം മാറ്റുക. അപ്പോൾ ഇത് ഇത്രയാണ് സിമ്പിളായിട്ടുള്ള പരിപാടിയാണ്. ഇത് നിങ്ങൾക്ക് തന്നെ വീട്ടിൽ നിന്ന് ചെയ്യാം. സർവീസ് സെൻറ്റർ കൊടുത്താൽ ലേബർ ചാർജും കൂടി എക്സ്ട്രാ കൊടുക്കേണ്ടി വരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഏത് കൺവീനിയൻ്റ് ആയിട്ടുണ്ടോ അതേപോലെ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കായിട്ട് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.